രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസിനെ നിർത്തിപ്പൊരിച്ച് കോടതി. അറസ്റ്റ് നോട്ടീസ് നൽകാതെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നുള്ളതിന് ന്യായീകരണവും ചൂണ്ടിക്കാട്ടിയിട്ടില്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ പോലീസിനെ അനുവദിക്കില്ല എന്നും കോടതി പറഞ്ഞു. വിധിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ദിലീപ് ചേരുകയാണ്. ദിലീപ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കോടതി ഇന്നലെ ചോദിച്ചത്. സർക്കാരിനെ ഈ വിഷയത്തിൽ നിർത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയാം. ഒരു അറസ്റ്റിന് പോകുമ്പോൾ അത്യാവശ്യമായി വേണ്ടത് അറസ്റ്റ് വാറണ്ട് അല്ലേ, അല്ലെങ്കിൽ നോട്ടീസ് അല്ലേ? ഇതില്ലാതെയാണോ കേരള പോലീസ്, ചെന്നിത്തലയുടെ പോലീസ് ഓടിപ്പാഞ്ഞ് അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ ടി.ജെ. കൂടി അറസ്റ്റ് ചെയ്ത് ഇടതുപക്ഷത്തെയും ജിഹാദികളെയൊക്കെ ഒന്ന് പ്രീണിപ്പിച്ചേക്കാം. ഇതായിരുന്നു ലക്ഷ്യം. എന്തായിരുന്നു കോടതിയിൽ സംഭവിച്ചത്? അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് അതായത് കേരള പോലീസ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ ചെന്നിത്തല പോലീസ് എന്ന് പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് അത്രത്തോളം നെറികെട്ട ഒരു അറസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്, ഞായറാഴ്ച ഉണ്ടായത്. ടി.ജെ. മോഹൻദാസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിൽ കോടതി രൂക്ഷ വിമർശനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ജഡ്ജിമെന്റ് വായിക്കുമ്പോൾ അത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നിയമപരമായിട്ട് പോലീസ് പ്രവർത്തിക്കണമെന്നടക്കമുള്ള കാര്യമാണ് ആ ജഡ്ജിമെന്റിൽ സൂചിപ്പിക്കുന്നതും. അതേസമയം ടി.ജെ. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 6 ദിവസം മുമ്പായിട്ട് നോട്ടീസ് നൽകണം, എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അതിന് വ്യക്തമായ ഒരു ന്യായീകരണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ വ്യക്തമായ കാരണവും ആ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യം തന്നെയാണ് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതേസമയം ആ ജഡ്ജ്മെന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 35 BNS 35 നോട്ടീസ് നൽകാതെയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നോട്ടീസ് നൽകിയാൽ ഒളിവിൽ പോകുമെന്നാണ് ഈ പ്രോസിക്യൂഷന്റെ വാദമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചെന്ന സമയത്ത് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടി.ജെ. മോഹൻദാസ് ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങളും പോലീസ് നേരിട്ട് തന്നെ ചോദിച്ചിരുന്നു. ജഡ്ജി നേരിട്ട് തന്നെ ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് അദ്ദേഹം സഹകരിച്ചില്ലേ, അതായത് ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ജഡ്ജി തന്നെ ചോദിച്ചിരുന്നു. ആ സമയത്ത് പോലീസിൻ്റെ പ്രോസിക്യൂഷൻ പറഞ്ഞത് അതെല്ലാം അദ്ദേഹം നൽകി എന്നടക്കമുള്ള കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയതും. അതേസമയം പോലീസിൻ്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നടക്കമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതും. അതോടെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം ടി.ജെ. മോഹൻദാസ് എന്ന് പറഞ്ഞ വ്യക്തി RSS BJP ബന്ധമുള്ള വ്യക്തി എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പരാമർശത്തിൻ്റെ കാര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ജഡ്ജിമെന്റിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ടി.ജെ. മോഹൻദാസിനെതിരെ ഈ ഇത്ര തിടുക്കപ്പെട്ടെടുത്ത കേസും അതോടൊപ്പം തന്നെ അറസ്റ്റും എന്ന് പറയുന്നത്. അശ്വതി.